നമുക്കിന്ന് പഠിക്കാനുള്ളത് 5th മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിനകത്തുള്ള ഓപ്പാമ്പാണ്. ഓപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ആൻഡ് വർക്കിംഗ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഓപ്പാമ്പ് എന്താണ്? ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആണ്. ഓപ്പാമ്പ് ഒരു ലീനിയർ ഡിവൈസ് ആണ്. ആ ലീനിയർ ഡിവൈസ് ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യും. സോ ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലീനിയർ ആംപ്ലിഫയർ ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒരു വോൾട്ടേജ് ആംപ്ലിഫയിങ് ഡിവൈസ് ആണ്. സോ ഓപ്പാമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പാമ്പ് ഒരു ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന ലീനിയർ ആംപ്ലിഫയർ ആണ്. ഇതൊരു വോൾട്ടേജ് ആംപ്ലിഫയിങ് ഡിവൈസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഓപ്പാമ്പിനകത്ത് എന്തായിരിക്കും? ഓപ്പാമ്പിനകത്ത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സിൻ്റെ സ്റ്റേജസ് ആണുള്ളത്. മോർ ദാൻ 1 സ്റ്റേജ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഓപ്പാമ്പിനകത്ത് ഉള്ളത്. അപ്പോൾ ഓപ്പാമ്പ് ഈ ഒന്നിൽ കൂടുതൽ സ്റ്റേജ് ഉള്ളതുകൊണ്ടാണ് ഇത് ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു ലീനിയർ ഡിവൈസ് ആണെന്നും ഓർത്തിരിക്കുക. ഓപ്പാമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്പാമ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എ സിയും ഡി സിയും സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് ഓപ്പാമ്പ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്പാമ്പ് എ സി സിഗ്നൽസിനെയും ഡി സി സിഗ്നൽസിനെയും ആംപ്ലിഫൈ ചെയ്യും. ഓപ്പാമ്പ് മെയിനായിട്ടും ഡിസൈൻ ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഡിവൈസാണ് ഓപ്പാമ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓപ്പാമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പാമ്പിന് 2 ഇൻപുട്ട് ടെർമിനലും 1 ഔട്ട്പുട്ട് ടെർമിനലുമാണ് ഉള്ളത്. ഓപ്പാമ്പിന് 2 ഇൻപുട്ട് ടെർമിനലുമുണ്ട്, 1 ഔട്ട്പുട്ട് ടെർമിനലുമാണ് ഉള്ളത്. ഇനി നമ്മൾ ഈ ഇൻപുട്ട് ടെർമിനൽസ് നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻപുട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഈ 2 ഇൻപുട്ട് ടെർമിനലും ഹൈ ഇമ്പിഡൻസ് ഇൻപുട്ടായിരിക്കും. ഈ 2 ഇൻപുട്ട് ടെർമിനലും ഹൈ ഇമ്പിഡൻസ് ഇൻപുട്ടാണ്. അപ്പോൾ PSCക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അത് ഓർത്തിരിക്കണം. ഓപ്പാമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹൈ ഇമ്പിഡൻസ് ഇൻപുട്ട് എന്നുള്ളത്. ഇത് പലതവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്പാമ്പിൻ്റെ പ്രത്യേകതയാണ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും. അപ്പം ഇൻപുട്ട് ടെർമിനൽസ് 2 എണ്ണവും ഹൈ ഇമ്പിഡൻസ് ടെർമിനലാണ്, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് ലോ ഇമ്പിഡൻസ് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ഇൻപുട്ടിലും അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് ടെർമിനലിൽ കിട്ടുന്നത്. സോ നമ്മൾ പറഞ്ഞു ഓപ്പാമ്പിന് 2 ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു. 2 ഇൻപുട്ട് ഹൈ ഇമ്പിഡൻസ് ഇൻപുട്ടാണെന്ന് പറഞ്ഞു. ഒരു ഇൻപുട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നാണ്. നമ്മൾ സിമ്പിളിൽ പോസിറ്റീവ് എന്നിട്ടേക്കുന്ന ടെർമിനലിൽ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും നെഗറ്റീവ് എന്നിട്ടേക്കുന്ന ടെർമിനൽ ഏതാണ്? ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്. അപ്പോൾ ഓപ്പാമ്പിന് 2 ഇൻപുട്ടുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടുമുണ്ട്, ഇൻവേർട്ടിംഗ് ഇൻപുട്ടുമുണ്ട്. ഈ 2 ഇൻപുട്ട് ടെർമിനലും ഹൈ ഇമ്പിഡൻസ് ഇൻപുട്ടാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ലോ ഇമ്പിഡൻസ് ആണ്. ഈ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്? 2 ഇൻപുട്ട് ടെർമിനലിലും നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ നമ്മൾ പറഞ്ഞത് ഓപ്പാമ്പിന് 3 ടെർമിനൽസ് ആണ് ഉള്ളത്. 2 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും. 2 ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈ ഇമ്പിഡൻസ് ഇൻപുട്ടാണ്. ഒരു ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഒരു ഇൻവേർട്ടിംഗ് ഇൻപുട്ടുമാണ്. നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിനെ കാണിക്കുന്നത് പോസിറ്റീവ് സൈനും ഇൻവേർട്ടിംഗ് ഇൻപുട്ടിനെ കാണിക്കുന്നത് നെഗറ്റീവ് സൈനുമാണ്. ഔട്ട്പുട്ട് ടെർമിനലിൽ കിട്ടുന്നത് എന്താ? ഔട്ട്പുട്ട് ടെർമിനലിൽ കിട്ടുന്നത് 2 ഇൻപുട്ട് ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്ന സിഗ്നലിൻ്റെ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് ടെർമിനലിൽ കിട്ടുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. നമ്മൾ ഓപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഓപ്പാമ്പിന് 4 സ്റ്റേജസ് ആണുള്ളത്. ബ്ലോക്ക് ഡയഗ്രത്തിൽ എത്ര സ്റ്റേജസ് ഉണ്ട്? 4 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജാണ് ഇൻപുട്ട് സ്റ്റേജ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് ഏതാ? ഇൻപുട്ട് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ഏതാ? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ബഫർ ആൻഡ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഓപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കിയാൽ 4 സ്റ്റേജാണുള്ളത്. ഇൻപുട്ട് സ്റ്റേജ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്, ബഫർ ആൻഡ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉണ്ട്, ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ട്. നമുക്ക് ഇൻപുട്ട് സ്റ്റേജ് നോക്കാം. ഇൻപുട്ട് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അവിടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ് യൂസ് ചെയ്യുന്നത്. ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേജ് യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഏതാ? ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓർത്തിരിക്കുക, ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്.
ഡ്യുവൽ ഇൻപുട്ട് എന്ന് പറയുമ്പം എത്ര ഇൻപുട്ട് വരും? 2 ഇൻപുട്ട് വരും. സോ ഇൻപുട്ട് സ്റ്റേജിന് 2 ഇൻപുട്ടാണുള്ളത്. ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ചെയ്തേക്കുന്നത് 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ്. അപ്പം ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് 2 കളക്ടർ ടെർമിനലിനിടയ്ക്കാണ്. സോ നമുക്ക് എത്ര ഔട്ട്പുട്ട് ടെർമിനൽ കാണും? ബാലൻസ്ഡ് ആണെങ്കിൽ അതിന് 2 ഔട്ട്പുട്ട് ടെർമിനൽ കാണും. ഓർത്തിരിക്കുക, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടിനകത്ത് 2 ട്രാൻസിസ്റ്റർ ഉള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് 2 ട്രാൻസിസ്റ്ററിൻ്റെയും 2 കളക്ടറിനിടയ്ക്കാണെങ്കിൽ, 2 കളക്ടർ ടെർമിനലിനിടയ്ക്കാണെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. അപ്പം ഈ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് എത്ര ഔട്ട്പുട്ട് ടെർമിനൽ കാണും? 2 ഔട്ട്പുട്ട് ടെർമിനൽ കാണും. സോ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട്, അതായത് 2 ഇൻപുട്ട് ഉണ്ട്. ബാലൻസ്ഡ് ഔട്ട്പുട്ട് 2 ഔട്ട്പുട്ട് ഉണ്ട്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, ഓർത്തിരിക്കുക. സോ ഇൻപുട്ട് സ്റ്റേജ് ഏതാണ്? ഡ്യുവൽ ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഇൻപുട്ട് സ്റ്റേജിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻപുട്ട് സ്റ്റേജിൻ്റെ ഫംഗ്ഷൻ എന്താണ്? 2 ഇൻപുട്ട് സിഗ്നലിനിടയ്ക്കുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുക. അതായത് 2 ഇൻപുട്ട് ഉണ്ട്, നോൺ ഇൻവേർട്ടിങ്ങും ഉണ്ട്, ഇൻവേർട്ടിങ്ങും ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കും, ആ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇൻപുട്ട് സ്റ്റേജിൻ്റെ ഫംഗ്ഷൻ. സോ ഇൻപുട്ട് സ്റ്റേജ് ഡ്യുവൽ ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഈ സ്റ്റേജിന് 2 ഇൻപുട്ട് ഉണ്ട്, 2 ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ഈ സ്റ്റേജിൻ്റെ ഫംഗ്ഷൻ എന്താണ്? 2 ഇൻപുട്ടിൻ്റെയും ഇടയ്ക്കുള്ള ഡിഫറൻസ് എടുക്കുക. ഇൻപുട്ടിൽ 2 എടുത്ത് അപ്ലൈ ചെയ്തേക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ആ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇൻപുട്ട് സ്റ്റേജിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ ഇൻപുട്ട് സ്റ്റേജ് ഹൈ ഡിഫറൻഷ്യൽ ഗെയിൻ, ഈ 2 ഇൻപുട്ടും തമ്മിലുള്ള ഡിഫറൻസിന് നല്ല ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻപുട്ട് സ്റ്റേജ് ആണ്. അതുപോലെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും തരും, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും തരും. അപ്പം ഇൻപുട്ട് സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. ഇൻപുട്ട് സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ് ഹൈ ഡിഫറൻഷ്യൽ ഗെയിൻ, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. എന്തൊക്കെയാണ് ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? ഡ്യുവൽ ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഒന്നാമത്തെ കാര്യം. 2 ഇൻപുട്ടുണ്ട്, 2 ഔട്ട്പുട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞ എന്താ? ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? 2 ഇൻപുട്ടിനിടയ്ക്കുള്ള ഡിഫറൻസ് എടുത്ത് അതിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? മൂന്നാമത് പറഞ്ഞത് ഇത് ഹൈ ഡിഫറൻഷ്യൽ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹൈ ഇമ്പിഡൻസ്, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് അഥവാ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് ഏതാ? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻപുട്ടുണ്ട്. 2 ഇൻപുട്ട് ഉള്ളതുകൊണ്ട് ഡ്യുവൽ ഇൻപുട്ടാണ്. അതേസമയം അതിന് ഔട്ട്പുട്ടേ ഉള്ളൂ, അതുകൊണ്ട് അത് അൺബാലൻസ്ഡ് ഔട്ട്പുട്ടാണ്. സോ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട്, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് അഥവാ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്താണ്? ഡ്യുവൽ ഇൻപുട്ട്, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇനി എന്താണ് ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഓപ്പാമ്പ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലീനിയർ ആംപ്ലിഫയർ ആണ്. ഈ പറയുന്നത്രയും ഹൈ ഗെയിൻ ഇൻപുട്ട് സ്റ്റേജിന് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ബാക്കി ഇൻപുട്ട് സ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിനിനേക്കാളും എത്രയാണോ അഡീഷണൽ വേണ്ടത് അത് ആര് പ്രൊവൈഡ് ചെയ്യും? അത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഓപ്പാമ്പിന് വേണ്ടുന്ന ഇൻപുട്ട് സ്റ്റേജിന് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഇൻപുട്ട് സ്റ്റേജ് എത്രയാണോ കൊടുക്കുന്നത് അതിൽ എത്രയും കൂടെ കൂടുതൽ വേണോ അഡീഷണൽ വോൾട്ടേജ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്നാക്കിയാ? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഇൻപുട്ട്, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. 2 ഇൻപുട്ടുണ്ട്, 1 ഔട്ട്പുട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫംഗ്ഷൻ? എന്താണ് ഒരു ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഹൈ ഗെയിൻ വേണം. അപ്പം ഇൻപുട്ട് സ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിൻ കൂടാതെ അഡീഷണൽ എന്തോരം ഗെയിൻ വേണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് എന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ സ്റ്റേജ് ഏതാ? മൂന്നാമത്തെ സ്റ്റേജാണ് ബഫർ ആൻഡ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്ന പോലെ. മൂന്നാമത്തെ സ്റ്റേജ് ഏതാണ്? ബഫർ ആൻഡ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജാണ്. ഇനി ഓപ്പാമ്പിൻ്റെ ആദ്യത്തെ 2 സ്റ്റേജ് എന്താണ്? ഒന്ന് ഡ്യുവൽ ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും രണ്ടാമത്തത് ഡ്യുവൽ ഇൻപുട്ട്, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറുമാണ്. ഈ രണ്ടിടത്തും ആംപ്ലിഫയർ ഉണ്ട്.
ആംപ്ലിഫയർ ഉള്ള സ്റ്റേജിൽ ബയാസിങ്ങിന് വേണ്ടി ഒരു ചെറിയ ക്വിസൻറ്റ് വോൾട്ടേജ് ലെവൽ അപ്ലൈ ചെയ്യാറുണ്ട്. ആംപ്ലിഫയർ ഉള്ളിടത്ത് ബയാസിങ്ങിനായിട്ട് ചെറിയ ക്വിസൻറ്റ് വോൾട്ടേജ് ലെവൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റേജിലും ഹൈ ഗെയിൻ ആയതുകൊണ്ട് എന്ത് പറ്റും, ഈ ക്വിസൻറ്റ് വോൾട്ടേജ് ലെവലും ആംപ്ലിഫൈ ചെയ്യപ്പെടും. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഫസ്റ്റ് രണ്ട് സ്റ്റേജിലും ക്വിസൻറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ക്വിസൻറ്റ് വോൾട്ടേജ് ലെവലിന് എന്ത് പറ്റും, അത് ഡി സി ലെവലാണ്. ക്വിസൻറ്റ് വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് ഡി സി ലെവലാണ്. അപ്പോൾ അത് ബയാസിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ട്രാൻസിസ്റ്റർ ബയാസിങ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അതിൻ്റെ ആംപ്ലിഫയർ ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് ബയാസിങ്ങിന് വേണ്ടി ക്വിസൻറ്റ് വോൾട്ടേജ് ലെവൽ ഡി സി ലെവൽ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഡി സി ലെവൽ അപ്ലൈ ചെയ്യുന്നതും ഈ രണ്ട് സ്റ്റേജും ഹൈ ഗെയിൻ ആയതുകൊണ്ട് എന്ത് പറ്റും, ഈ ഡി സി ലെവലും ആംപ്ലിഫൈ ചെയ്യപ്പെടും. ഡി സി ലെവൽ ആംപ്ലിഫൈ ചെയ്താൽ എന്നാ പറ്റും, ഡി സി ലെവൽ ആംപ്ലിഫൈ ചെയ്യുമ്പം നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്ക് ഈ ഡി സി ലെവലും കൂടെ അപ്ലൈ ആയിപ്പോവും. അപ്പോൾ എന്നാ പറ്റും, ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അതിനകത്ത് ഡിസ്റ്റോർഷൻസ് ഉണ്ടാകും. അപ്പം ഓപ്പാമ്പിൻ്റെ ഫസ്റ്റ് രണ്ട് സ്റ്റേജ് എന്താണ്, ആംപ്ലിഫയർ സ്റ്റേജസ് ആണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജസ് ആണ്. അവിടെ ബയാസിങ്ങിന് വേണ്ടിയിട്ട് ഡി സി വോൾട്ടേജ് ലെവൽ ക്വിസൻറ്റ് വോൾട്ടേജ് ലെവൽ കയറി വരുന്നുണ്ട്. ഈ ക്വിസൻറ്റ് വോൾട്ടേജ് ലെവൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും, അത് ഇൻപുട്ടായിട്ടാണ് പോകുന്നത്. അപ്പം ഇൻപുട്ടായിട്ട് പോയി കഴിയുമ്പം അതും ആംപ്ലിഫൈ ചെയ്താണ് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. അങ്ങനെ രണ്ട് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ആംപ്ലിഫൈ ചെയ്ത ഒരു ഡി സി ലെവലും കൂടെ വരുന്നുണ്ട്. ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നാ പറ്റും, നെക്സ്റ്റ് ഫേസിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്കാണ് ഇത് പോകുന്നത്. അങ്ങനെ പോയാൽ ഫൈനൽ ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അപ്പം നമ്മുടെ ആവശ്യം എന്താണ്, ആംപ്ലിഫയർ സ്റ്റേജ് കഴിഞ്ഞ് വരുമ്പം ആംപ്ലിഫൈ ചെയ്ത് വന്ന ഈ ഡി സി ലെവലിനെ എടുത്ത് മാറ്റണം. ഈ ഡി സി ലെവലിനെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ ഡി സി ലെവലിനെ എടുത്ത് മാറ്റി നമ്മളുടെ ഔട്ട്പുട്ട് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേജാണ് ലെവൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ലെവൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്, ആംപ്ലിഫയർ സ്റ്റേജസിൽ ക്വിസൻറ്റ് വോൾട്ടേജ് ലെവൽ ഡി സി ക്വിസൻറ്റ് വോൾട്ടേജ് ലെവൽ അപ്ലൈ ആവുന്നുണ്ട്. അതും ആംപ്ലിഫൈ ചെയ്ത് വരും. അതും ആംപ്ലിഫൈ ചെയ്ത് വരുമ്പം നെക്സ്റ്റ് ഫേസിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പം ഇത് ഇൻപുട്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഈ ഡി സി ലെവൽ ആംപ്ലിഫൈ ആയി ഒരു ഹൈ ലെവലായിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നാണ്, ഇത് ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലോട്ട് കൊണ്ടുവരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ബഫറും കൂടി ഉണ്ട്. ഇവിടെ എന്താണ് ബഫർ എന്താ ചെയ്യുന്നത്, ഇമ്പിഡൻസ് മാച്ചിങ് ആണ് ചെയ്യുന്നത്. ബഫർ സ്റ്റേജ് ചെയ്യുന്നത് ഇമ്പിഡൻസ് മാച്ചിങ് ആണ്. അവിടെ യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ ആണ്. അപ്പം തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലെവൽ ഷിഫ്റ്റിംഗ് ആൻഡ് ബഫറാണ്. ബഫറായിട്ട് യൂസ് ചെയ്യുന്ന എമിറ്റർ ഫോളോവർ ആണ്. ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയാണ് ബഫർ. ലെവൽ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡി സി ലെവൽ എടുത്ത് കളഞ്ഞിട്ട് അതിനെ ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് നാലാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ഏതാ, നാലാമത്തെ സ്റ്റേജാണ് ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പുഷ് പുൾ കോംപ്ലിമെൻ്ററി ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ട് സ്റ്റേജ് ഏതാണ്, പുഷ് പുൾ കോംപ്ലിമെൻ്ററി ആംപ്ലിഫയർ ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എ സി സിഗ്നലിന് ലാർജ് സ്വിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഈ പുഷ് പുൾ കോംപ്ലിമെൻ്ററി ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ടിലെ എ സി സിഗ്നലിന് ലാർജ് വോൾട്ടേജ് സ്വിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, അത് പുഷ് പുൾ കോംപ്ലിമെൻ്ററി ആംപ്ലിഫയർ ആണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആക്കി നിർത്തുന്നതും ഈ പുഷ് പുൾ കോംപ്ലിമെൻ്ററി ആംപ്ലിഫയർ ആണെന്ന് ഓർത്തിരിക്കുക. സോ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം മുഴുവൻ ഒന്നുകൂടി പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് ഇൻപുട്ട് സ്റ്റേജ് ആണ്. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇതാണ് ഹൈ ഡിഫറൻഷ്യൽ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നതും ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഫസ്റ്റ് സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ്. ഇത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. എന്താണ്, ഒരു ഓപ്പാമ്പിന് വേണ്ടുന്ന അഡീഷണൽ വോൾട്ടേജ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് എന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ സ്റ്റേജാണ് ബഫർ ആൻഡ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്. ബഫർ സ്റ്റേജ് എന്ന് പറയുന്നത് എമിറ്റർ ഫോളോവർ ആണ് യൂസ് ചെയ്യുന്നത്, ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ലെവൽ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡി സി ലെവലിൽ ഉണ്ടായിട്ടുള്ള ഷിഫ്റ്റ് മാറ്റിക്കൊണ്ട് അതിനെ ഗ്രൗണ്ട് പൊട്ടൻഷ്യലിലേക്ക് സിഗ്നലിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജ് ഏതാ, നാലാമത്തെ സ്റ്റേജാണ് ഔട്ട്പുട്ട് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജിൽ ഏതാ യൂസ് ചെയ്യുന്നത്, പുഷ് പുൾ കോംപ്ലിമെൻ്ററി ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്, ഈ പുഷ് പുൾ കോംപ്ലിമെൻ്ററി ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ടിലുള്ള എ സി സിഗ്നലിന് ലാർജ് സ്വിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ഔട്ട്പുട്ട് സ്റ്റേജാണ്.
നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്പാമ്പാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്